ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന പ്രധാന റിപ്പോർട്ടിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കും. 30 സുപ്രധാന തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു. 3:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അതേസമയം ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകളിൽ സർവേ തുടങ്ങി. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. ആർ ശ്രീജിത്തും സുർജിത്ത് അയ്യപ്പത്തും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട 30 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പുനരധിവാസ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകുക എന്നത് തന്നെയാണ്. മറ്റു പ്രധാന തീരുമാനങ്ങൾ ഏതൊക്കെയാണ്? കുമാർ, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ഡിസംബർ 22-ന് മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ കരട് അവതരിപ്പിച്ചു. ആ കരടാണ് ഇന്ന് ചർച്ച ചെയ്ത് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം. ഒന്ന് മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലും മറ്റൊന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും. ഈ എസ്റ്റേറ്റുകളുടെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് കോടതി വിധി അനുകൂലമായി വന്നു. അതും സർക്കാരിന് അനുകൂലമായ ഒരു കാര്യമാണ്. അതനുസരിച്ച് വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായും തീരുമാനമെടുത്തിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ നിർമ്മിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. ഇതിൽ തന്നെ ഒറ്റനിലയുള്ള വീടുകളാണ്. ആ ഒറ്റനില വീടുകൾ ഭാവിയിൽ ഇരുനിലകളായി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണ രീതിയായിരിക്കും അവലംബിക്കുക. ആ തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട്. 2 ടൗൺഷിപ്പുകളുടെ നിർമ്മാണത്തിനായി 750 കോടി രൂപയാണ് സർക്കാർ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഈ ടൗൺഷിപ്പുകളിൽ അംഗൻവാടി, അതോടൊപ്പം തന്നെ ആശുപത്രി സംവിധാനം, കളിക്കളമടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനമുള്ളത് ഈ പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം പദ്ധതി ഇഴഞ്ഞു പോകുന്നത് വിമർശനങ്ങൾക്ക് മറ്റും ഇടം നൽകും. അതുകൊണ്ട് തന്നെ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭയ്ക്കുള്ള ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ പുനരധിവാസ പദ്ധതിയുടെ നടത്തിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി ഒരു മേൽനോട്ട സമിതി ഉണ്ടാകും. ഇതടക്കമുള്ള 30 തീരുമാനങ്ങളാണ് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ വിശദീകരിക്കാനായി 3:30 മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ട്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. എന്തായാലും പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച 12:30 എനിക്ക് പിറകിൽ കാണുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഒപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന കൽപ്പറ്റ MLA ടി സിദ്ദിഖ്, DYFI സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കായി, കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതടക്കം സഹായ വാഗ്ദാനം ചെയ്ത 38 സംഘടനകളും വ്യക്തികളുമുണ്ട്. അവരുമായിട്ടൊക്കെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ച നടത്തും. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സഹായ വാഗ്ദാനം നൽകിയവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് 3:30 നടക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം 3:30 പങ്കുവയ്ക്കാൻ പോകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്ന് അവിടെ എസ്റ്റേറ്റുകളിൽ സംയുക്ത സർവേ നടന്നിരുന്നു. അത് നടക്കുകയാണ് ഇപ്പോഴും. സുർജിത്ത്, സർവേ പുരോഗമിക്കുകയാണല്ലോ. ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അപ്പോൾ ടൗൺഷിപ്പ് എന്ന സർക്കാരിൻ്റെ തീരുമാനത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ക്യാബിനറ്റിൻ്റെ തീരുമാനമുണ്ട്. ഒപ്പം ഇവിടെ വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയും നടക്കുകയാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ദുരന്തബാധിതരുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്ന നടപടികൾ അത് വേഗത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിലെ ഭൂമി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റെടുക്കുന്നുണ്ട്. ഇതൊരു തേയിലത്തോട്ടമാണ്, നാളുകളായി അടച്ചിട്ടൊരു തേയിലത്തോട്ടമാണ്. അതാണ് ഏറ്റെടുക്കുന്ന നടപടി. അതിൻ്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടി എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെയും കൃഷിയുടെയും മരത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ആ ഒരു കണക്കുകൾ തയ്യാറാക്കലാണ് ഇവിടെ നടക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ ഒരു നടപടി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സ്പെഷ്യൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ OJ അരുൺ പങ്കുവച്ചത്. മാത്രമല്ല ADM ദേവകിയും ഇവിടെ എത്തിയിരുന്നു. ഇങ്ങനെ 10 സംഘങ്ങളായി തിരിഞ്ഞ് ഇവർ മരം മാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ്. അതിൻ്റെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഇതിന് ശേഷം ഇതിൻ്റെ മതിപ്പ് വില നിശ്ചയിക്കണമെങ്കിൽ ഇതിൻ്റെ കണക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ആ കണക്ക് തയ്യാറാക്കലാണ് നടക്കുന്നത്. ഇവിടുത്തെ കൃഷിയുടെ കാര്യം ഉൾപ്പെടെയുള്ളവ ശേഖരിക്കണം. മാത്രമല്ല ഇവിടെ ജനവാസ മേഖലയുണ്ട്, അതായത്
എസ്റ്റേറ്റിനകത്ത് ആളുകൾ താമസിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കണം. അത്തരത്തിലുള്ള പൂർണ്ണ വിവര ശേഖരണം നടത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് 2 ആഴ്ചയ്ക്കകം നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സ്പെഷ്യൽ ഓഫീസർ പങ്കുവച്ചത്. അതിനുശേഷമാകും മറ്റു നടപടികൾ, അതായത് ഈ വില നിശ്ചയിച്ച ശേഷം ഇത് ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുന്ന നടപടി ആ ഘട്ടത്തിലാണ് ഉണ്ടാവുക. ഇവിടെ മാത്രമല്ല, നെടുമ്പാല എസ്റ്റേറ്റിലും സമാനമായ രീതിയിൽ തന്നെ ഈ സർവേ നടപടി നടക്കും. സർവേ ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം തന്നെ റവന്യൂ, കൃഷി, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് എലക്ഷൻ എസ്റ്റേറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത്, എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടക്കുകയാണ്. പരിശോധനയ്ക്ക് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ആദ്യ ചുവടുവയ്പ് എന്ന നിലയിൽ ഈ പരിശോധനയെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 3:30-ക്കുണ്ട്. കൂടുതൽ തീരുമാനങ്ങൾ ആ ഘട്ടത്തിൽ പങ്കുവയ്ക്കും. ശ്രീജിത്തും സുർജിത്ത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ എറണാകുളം കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ കേസെടുത്തു പോലീസ്. സംഘാടകരായ മൃദംഗവിഷൻ MD, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവരുൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് കേസെടുത്തത്. സംഘാടകർക്കെതിരെ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വരികയാണ്. നൃത്തപരിപാടിയിൽ പങ്കെടുത്തവരെ സാമ്പത്തികമായി വഞ്ചിച്ചെന്ന പരാതിയിലാണ് സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതിയ കേസ്. പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ MD നിഗോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നിഗോഷ് കുമാറിന്റെ ഭാര്യ എന്നിവരെ പ്രതിചേർത്താണ് കേസ്. പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ നിന്ന് വ്യാപക പണപ്പിരിവ് നടത്തിയതിന്റെ തെളിവുകൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് തെളിവുകൾ ശേഖരിക്കാനും തുടങ്ങി. സംഘാടകർ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്ന് പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശിനി ശ്രീജ 24-നോട് പറഞ്ഞു. ഗവൺമെന്റ് ഈ മൃദംഗനാഥ സംഘാടകർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഈ 12,000-ൽ പരം സ്ത്രീകളെ ശരിക്കും ഈ സംഘാടകര് ചൂഷണം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായിട്ട്. നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളെ വീണ്ടും അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. നൃത്തപരിപാടിയിൽ പങ്കെടുത്തവർക്ക് പ്രാഥമിക സൗകര്യം പോലും നൽകാതിരുന്ന സാഹചര്യത്തിൽ ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. തട്ടിപ്പ് ഡാൻസ് പരിപാടിയുടെ സംഘാടകർക്കെതിരെ പുതിയ പരാതികൾ ഉയർന്നു വരുമ്പോഴാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതിയ കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തത്. കൂടുതൽ കുട്ടികൾ പരാതികളുമായി രംഗത്തെത്തിയാൽ സംഘാടകരെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നാണ് പാലാരിവട്ടം പോലീസും പറയുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. അതേസമയം ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ഇന്നലത്തേക്കാൾ പുരോഗതി. സ്വയം ശ്വാസമെടുത്തു തുടങ്ങിയ ഉമാ തോമസ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വീഴ്ചയെക്കുറിച്ച് ഉമാ തോമസിന് ഓർമ്മയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 4-ാം ദിവസം പ്രതീക്ഷയുടേതാണ്. മകൻ വിവേകിന് ഉമാ തോമസ് പുതുവർഷാശംസകൾ നേർന്നു. രോഗി നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സ്വയം ശ്വാസമെടുക്കുന്നതും ആരോഗ്യ പുരോഗതിയുടെ അടയാളമാണ്. വെന്റിലേറ്ററിൽ നിന്ന് ഉടൻ മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. വേദന കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നിലവിൽ നൽകുന്നത്. ശ്വാസകോശ പ്രശ്നങ്ങളും കുറയുന്നുണ്ട്. എല്ലാ ദിവസവും പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്നാണ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത്. 24, കൊച്ചി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത തുടരുന്നതിനിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ മുസ്ലിം ലീഗ് നീക്കം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. കാന്തപുരം AP വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗും സജീവമാക്കി. 8 വർഷത്തെ ഭിന്നതയ്ക്ക് വിരാമമിട്ട് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് ക്ഷണിച്ച് NSS. രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചും VD സതീശിനെ വിമർശിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇനി ഊഴം മുസ്ലിം ലീഗിന്റേത്. സമസ്തയുടെ സ്ഥാപനമാണ് ജാമിയ നൂരിയെങ്കിലും നിയന്ത്രണം മുസ്ലിം ലീഗിനാണ്. 4-ാം തീയതിയാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടി. രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിലൂടെ കൃത്യമായ സന്ദേശമാണ് ലീഗ് നേതൃത്വം നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സമീപകാലത്തായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ലീഗ് നേതൃത്വവുമായുള്ള ബന്ധം അത്ര സുഗമമല്ല. മുനമ്പം വിഷയത്തോടെ ഭിന്നത ശക്തമായി. ഇതിനിടെ കാന്തപുരം AP വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം ലീഗ് നേതൃത്വം ഊർജിതമാക്കി. സമസ്തയിലെ ഭിന്നിപ്പിനെ തുടർന്ന് EQ വിഭാഗത്തിന്റെ സമ്മർദ്ദത്താൽ AP വിഭാഗം പരിപാടികളിൽ നിന്ന് ലീഗ് നേതൃത്വം വിട്ടുനിൽക്കുകയായിരുന്നു പതിവ്. സമസ്തയിൽ ലീഗ് വിരുദ്ധ ചേരി രൂപപ്പെട്ടതോടെയാണ്
AP ഭാഗവുമായി അടുക്കുന്നത്. തൃശൂർ ആമ്പല്ലൂരിൽ നടന്ന SYS പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു. ഇത്തവണ സമസ്തയിൽ നിന്ന് എതിർപ്പുയർന്നില്ല. അതിനിടെ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ ഈ മാസം 7-ന് ചേരും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളെന്ന് പോലീസ്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേതു തന്നെ എന്ന് കണ്ടെത്തി. 14 വയസ്സുള്ള മുഖ്യപ്രതിയെ നേരത്തെ സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പുതുവത്സര രാത്രിയിൽ തൃശൂർ നഗരത്തെ ഒന്നാകെ നടുക്കുന്ന സംഭവമാണ് തേക്കിൻകാട് മൈതാനത്ത് നടന്നത്. 14-കാരനായ വിദ്യാർത്ഥിയാണ് തൃശൂർ പൂത്തോൾ സ്വദേശി ലിവിൻ ഡേവിഡിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിദ്യാർത്ഥികൾ പരസ്യമായി കഞ്ചാവ് വലിച്ചത് ചോദ്യം ചെയ്തപ്പോൾ വിദ്യാർത്ഥികളിൽ ഒരാൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. ലിവിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതികളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിക്കുകയായിരുന്നു. കൊലയ്ക്കുപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേത് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. 14 വയസ്സുള്ള മുഖ്യപ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് 14-കാരനെ നേരത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. 24 തൃശൂർ. പത്തനംതിട്ട അടൂരിൽ വീട്ടുകാരെ പൂട്ടിയിട്ട ശേഷം യുവാവ് വീട് അടിച്ചു തകർത്തു. മദ്യലഹരിയിലായിരുന്ന ജോമോൻ ഗ്യാസ് സിലിണ്ടറും തുറന്നുവിട്ടു. ഫയർഫോഴ്സ് സംഘം വീട്ടിലുണ്ടായിരുന്നവരെ പിന്നീട് സുരക്ഷിതരായി പുറത്തെത്തിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ കോൺഗ്രസിനെ കുരുക്കിലാക്കി നിയമനക്കോഴ വിവാദത്തിൽ കൂടുതൽ പരാതികൾ. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് താളൂർ സ്വദേശി പത്രോസിന്റെ പരാതി. നിയമനക്കോഴ വിവാദത്തിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPIM ഇന്നും പ്രതിഷേധം സംഘടിപ്പിച്ചു. 2014 മുതൽ 5 തവണകളായി 22 ലക്ഷം രൂപ നൽകിയിട്ടും ജോലി നൽകിയില്ലെന്നാണ് പത്രോസിന്റെ പരാതി. മകൻ എൽദോസിന് ബത്തേരി അർബൻ ബാങ്കിൽ പ്യൂൺ ജോലിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയത്. പ്രാദേശിക നേതാക്കളായ പ്രേമൻ മലവയൽ, CT ചന്ദ്രൻ, സക്കരിയ മണ്ണിൽ എന്നിവർക്കെതിരെയാണ് പരാതി. DCC ട്രഷററായിരുന്ന NM വിജയന്റെ പേരും ഒപ്പുമുള്ള ഉടമ്പടി കരാർ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളും നാളെയാട്ടെ മറ്റന്നാളാട്ടെ അങ്ങനെ ആട്ടെ ഇങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് നടന്നു. ഇപ്പോൾ വിജയേട്ടൻ, അതേപോലെ ചന്ദ്രേട്ടൻ, സക്കറിയ ഇവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് സാറേ. കോൺഗ്രസിന്റെ മുൻ പ്രവർത്തകരും ഇപ്പം നിലവിലുള്ള പ്രവർത്തകരും അറിയപ്പെടുന്നവരാണ് എല്ലാവരും. നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത് NM വിജയന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ്. വിവിധ ബാങ്കുകളിലായി 14 അക്കൗണ്ടുകളുണ്ട്. വിജയന്റെ ബാധ്യത, നിക്ഷേപം, പണമിടപാടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി. വിജയൻ വിഷം വാങ്ങിയ ബത്തേരിയിലെ കടയിൽ നിന്നും പോലീസ് വിവരശേഖരണം നടത്തി. നിയമനക്കോഴ ഇടപാടിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. 24 വയനാട്. പൂനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികൻ വിഷ്ണു തിരികെ നാട്ടിൽ. കാണാതായി 16 ദിവസത്തിനു ശേഷം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുവിനെ രാവിലെയാണ് കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മാറി നിൽക്കാൻ കാരണമെന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ പ്രയാസമുണ്ടെന്നും വിഷ്ണു പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പോലീസ് സംഘം വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് വിഷ്ണു പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു അപ്പത്തൊരു ഇതിന് പറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. മകന് സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളത് അറിയില്ലായിരുന്നുവെന്നും തിരിച്ചു വരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിഷ്ണുവിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. പ്രശ്നങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അവൻ ഇങ്ങോട്ടും പറഞ്ഞില്ല. ഞാൻ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നല്ലേ, പക്ഷേ അവൻ ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, സാമ്പത്തികത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നിപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ചെറിയ വിഷമമുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്ന CSRനും 2025 ന്യൂ ഇയർ സന്തോഷമായി. ഫോൺ കോളുകൾ, 1500-ലധികം CCTVകൾ, ബാങ്ക് പണമിടപാട് എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. നേരത്തെ ഒരു 10-15 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അതിൽ നിന്ന് കുറച്ച് ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരുന്നപ്പോൾ തന്നെ വേറെ വീട്ടിൽ കുറച്ച് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അത് നിലവിലില്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുത്താൻ വേണ്ടി, ഒരു മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടി മാറ്റിയെടുത്താൻ വേണ്ടി ആണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, എനിക്ക് അന്വേഷണത്തിലും അങ്ങനെയാണ് തോന്നിയത്. വേറെ
യാതൊരു വിധ ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല. ലീവിന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഡിസംബർ 16-നാണ് വിഷ്ണു അമ്മയെ ഫോണിൽ വിളിച്ചറിയിച്ചത്. 17-ന് കണ്ണൂരിലെത്തിയതായി വാട്സപ്പ് സന്ദേശം കൈമാറുകയും ചെയ്തു. രാത്രിയായിട്ടും വീട്ടിലെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. ഈ മാസം 11-നാണ് വിഷ്ണുവിന്റെ വിവാഹം. 24 കോഴിക്കോട്. NCPയുടെ മന്ത്രിമാറ്റ ആവശ്യം തള്ളി മുഖ്യമന്ത്രി. മന്ത്രിമാറ്റം അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അറിയിച്ചു. മന്ത്രിമാറ്റം പൊളിഞ്ഞതോടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ LDF നേതൃത്വത്തിന് കത്ത് നൽകാൻ AK ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനെ എതിർത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്കെത്തിയപ്പോഴാണ് തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കൂറുമാറ്റത്തിന് കോഴ വാഗ്ദാനം ചെയ്യുന്ന ആരോപണത്തിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള NCP ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മന്ത്രിയാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു തോമസ് കെ തോമസിന്റെ അഭ്യർത്ഥന. എന്നാൽ മന്ത്രിമാറ്റം സംബന്ധിച്ച് നേരത്തെ തന്നെ NCP നേതാക്കളോട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ മാറ്റമില്ല. മന്ത്രിമാറ്റം അടഞ്ഞ അധ്യായമാണെന്നും മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അറിയിച്ചു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച നിലപാട് മുഖ്യമന്ത്രി തോമസിനെ അറിയിച്ച വിവരം AK ശശീന്ദ്രനും തനിക്കൊപ്പമുള്ള നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന സ്വന്തം പക്ഷത്തെ നേതാക്കളുടെ യോഗത്തിലാണ് ശശീന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ നിലപാട് അനുകൂലമായതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരായ നിലപാട് കടുപ്പിക്കാനാണ് AK ശശീന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം. പാർട്ടിക്ക് അനുവദിച്ചിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്ക് PC ചാക്കോ നൽകുന്ന ശുപാർശകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ LDF നേതൃത്വത്തിന് കത്ത് നൽകും. ഗുരുവായൂർ ദേവസ്വം പുനഃസംഘടനയിൽ പാർട്ടിക്ക് അനുവദിച്ച സ്ഥാനത്തേക്ക് PC ചാക്കോ സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താൻ ഒരുങ്ങുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. തനിക്കൊപ്പം നിൽക്കുന്ന 7 നേതാക്കൾക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നും ശശീന്ദ്രൻ PC ചാക്കോയോട് ആവശ്യപ്പെടും. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശശീന്ദ്രൻ മുതിർന്ന നേതാവ് TP പീതാംബരൻ മാസ്റ്റർക്കൊപ്പം PC ചാക്കോയെ കാണും. നേതൃത്വം ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം പയറ്റാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിപദവിക്കായി തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. കുട്ടനാട് മണ്ഡലം NCPക്ക് നൽകിയത് അക്ഷന്തവ്യമായ അപരാധമാണ്. AK ശശീന്ദ്രൻ ജനപിന്തുണയുള്ള ആളാണെന്നും കേരള കൗമുദിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മ പരാമർശം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. തീവ്ര നിലപാടുകാരുടെ വോട്ട് തിരിച്ചുപിടിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമമെന്ന് BJP വിമർശിച്ചു. സനാതന ധർമ്മ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്തെത്തി. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ മതനേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്ത BJP ചർച്ചകൾ ദേശീയ തലത്തിൽ വരെ എത്തിച്ചു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതാണെന്ന് BJP ദേശീയ വക്താവ് ഷെഹസാദ് പൂനെവാല വിമർശിച്ചു. മറ്റു മതങ്ങളെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് പൂനെവാല. का करो अपमान, दिस इज आवर ओनली पहचान. गिव सनातन एंड हिंदू गाली एंड टेक वोट बैंक की ताली. The statement made by the Chief Minister of Kerala is part of the long series of statements which have been made. വിവാദത്തിനിടെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് KPCC അധ്യക്ഷന്റെ പിന്തുണ. വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശം BJP ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയും പ്രധാനമന്ത്രി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. 24 ഡൽഹി. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും. നാളെ രാവിലെ 10:30-ക്കാണ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. നാളെ രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സർക്കാരുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വരുന്ന ഗവർണർ ഏത് സമീപനം സ്വീകരിക്കുമെന്നത് ശ്രദ്ധേയമാണ്. രാവിലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമായി ഗോവ രാജ്ഭവനിൽ രാജേന്ദ്ര അർലേക്കർ കൂടിക്കാഴ്ച നടത്തി. गोवा के गवर्नर माननीय पिल्ले जी केरल से हैं और बहुत ही अच्छी सहयोग की बात है कि मैं केरल में जा रहा हूं राज्यपाल के नाते. तो राज्यपाल के नाते जाने से पहले यहां से माननीय पिल्ले जी से
बहुत कुछ सुनना चाहता था। वो वहाँ के हैं तो उनकी वहाँ के बारे में जो जानकारी है, उनका पर्सपेक्टिव है, उनकी सोच है, उसको समझना चाहता था ताकि मैं अच्छे ढंग से वहाँ जाकर काम करूँ। इसलिए मैं उनसे मिलने आया था। ദീർഘകാലം RSS ചുമതലകൾ വഹിച്ച ശേഷം 1989 രാജേന്ദ്ര അർലേക്കർ BJP-യിൽ അംഗത്വമെടുക്കുന്നത്. ഗോവയിൽ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. രാജേന്ദ്ര അർലേക്കർ സ്പീക്കറായിരുന്ന വേളയിലാണ് രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി ഗോവ മാറിയത്. 24 തിരുവനന്തപുരം. പുതുവത്സര ആശംസാ പോസ്റ്റിൽ CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി PK ശശി. പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് പലരും പ്രസ്ഥാനത്തെ വെള്ള പുതപ്പിച്ചു തുടങ്ങിയെന്ന വിമർശനം ചർച്ചയായതോടെ PK ശശി വിശദീകരണവുമായി രംഗത്തെത്തി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയാണ് താൻ ലക്ഷ്യമിട്ടത് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. പുതുവത്സര ആശംസകൾ അറിയിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ 2014 തന്നെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ കാലമെന്നാണ് PK ശശി വിശേഷിപ്പിച്ചത്. CPIM നേതൃത്വത്തോടുള്ള അതൃപ്തി പ്രകടമാക്കുന്ന PK ശശിയുടെ പരോക്ഷ പരാമർശങ്ങൾ ഇങ്ങനെ: അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദര കാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷം. ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതോടെ PK ശശിയുടെ വിശദീകരണം ഇങ്ങനെ: വിമർശിച്ചത് നേതൃത്വത്തെയല്ല, പരാമർശിച്ചത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയും അടുത്തിടെ പാർട്ടി വിട്ടവരെയും. പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കേണ്ടത് പാർട്ടി ഘടകത്തിനകത്താണ്, പാർട്ടിക്കകത്താണ് എന്ന നല്ല സംഘടനാ ധാരണയുള്ള ആളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത് പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. പാർട്ടിയെ ചതിച്ച് വർഗീയവാദികളുടെ പാളയത്തിലേക്ക് പോയവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ അവകാശമുണ്ടെന്നും പക്ഷേ അത് പാർട്ടി വേദിയിലേ നടത്തുവെന്നും PK ശശി. പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് തരം താഴ്ത്തിയ ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കൂടി നീക്കണമെന്ന ആവശ്യം ജില്ലാ നേതൃത്വമടക്കം ഉന്നയിക്കുന്നുണ്ട്. 24 പാലക്കാട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തടവുകാരന്റെ അവകാശമാണ് പരോൾ എന്നും ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തു വന്നു. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന MV ഗോവിന്ദന്റെ മറുപടിയിലൂടെ വിഷയത്തിൽ CPIM-ന്റെ നിലപാട് വ്യക്തം. കൊടി സുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല, ഞങ്ങൾക്കത് ബാധകമല്ല. കഴിഞ്ഞ ദിവസം P ജയരാജനും പരോളിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനെയും CPIM-നെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം രംഗത്തു വന്നു. പരോൾ നൽകിയതിൽ ഒരു അപരാധവും CPIM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. മനുഷ്യാവകാശത്തിന്റെ പേരിൽ ക്രിമിനലുകൾക്ക് നാട്ടിലിറങ്ങി സ്വൈരവിഹാരം നടത്താൻ സാഹചര്യമുണ്ടാക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ്. 24 കണ്ണൂർ. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വകുപ്പ് മുൻ മേധാവിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുണ്ട്. വടൂക്കര SNDP ശ്മശാനത്തിൽ വൈകിട്ട് 5-നാണ് സംസ്കാരം. കേരളത്തിലെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പ്രാചീന ബൃഹത് ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഗവേഷകനാണ് ഡോക്ടർ KS മണിലാൽ. സസ്യ ഗവേഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മണിലാൽ 19 പുതിയ ഇനം സസ്യങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ് ആണ് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 12 വോള്യങ്ങളുള്ള ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത്. ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ലാറ്റിൻ ഗ്രന്ഥം 3 നൂറ്റാണ്ടിന് ശേഷം KS മണിലാലിന്റെ പ്രവർത്തന ഫലമായി ആദ്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലുമെത്തി. 1958 മുതൽ അദ്ദേഹം നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമാണ് 2003 ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെയും
2008 മലയാളം പതിപ്പിന്റെയും പ്രസിദ്ധീകരണത്തിലേക്ക് നയിച്ചത്. കോഴിക്കോട്ടെയും സൈലന്റ് വാലിയിലെയും സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന വർഷങ്ങൾ നീണ്ട പഠനങ്ങളും പ്രസിദ്ധമാണ്. റോയൽ സൊസൈറ്റി നഫീൽഡ് ഫൗണ്ടേഷൻ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ KS മണിലാൽ 1971 ബ്രിട്ടനിൽ സസ്യശാസ്ത്ര ഗവേഷണം നടത്തി. 200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. 19 പുതിയ സസ്യ ഇനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. 4 സസ്യ ഇനങ്ങൾ മണിലാലിന്റെ പേരിലും അറിയപ്പെടുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വകുപ്പ് മുൻ മേധാവിയായിരുന്നു. സസ്യവർഗീകരണ ശാസ്ത്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള EK ജാനകി അമ്മാൾ പുരസ്കാരം 2003 മണിലാലിന് ലഭിച്ചു. ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നൗസോ 2012 മണിലാലിനെ തേടിയെത്തി. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഡോക്ടർ KS മണിലാൽ. റിസർച്ച് ഡെസ്ക് 24. മാലിന്യം തള്ളുന്നതിൽ റെയിൽവേക്കെതിരെ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ. 10 ലോഡ് മാലിന്യം റെയിൽവേ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തള്ളി എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും മേയർ പറഞ്ഞു. ശുചീകരണ തൊഴിലാളിയായ ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചതിന് പിന്നാലെയാണ് റെയിൽവേയും തിരുവനന്തപുരം നഗരസഭയും തമ്മിലുള്ള പോര് പരസ്യമായത്. നഗരത്തിലെ മാലിന്യങ്ങളുടെ പ്രധാന കാരണക്കാർ റെയിൽവേ എന്നായിരുന്നു നഗരസഭയുടെ ആരോപണം. മാലിന്യ നീക്കത്തിന് നോട്ടീസ് നൽകിയെങ്കിലും റെയിൽവേ കണ്ടഭാവം നടിച്ചില്ല. അതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അനുവാദമില്ലാതെ 10 ലോഡ് മാലിന്യം നിക്ഷേപിച്ചെന്ന പരാതി. നഗരസഭയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മാലിന്യം നിക്ഷേപിച്ച 2 ലോറികൾ നഗരസഭ പിടിച്ചെടുത്തു. മാലിന്യമെടുക്കാൻ റെയിൽവേ കരാർ നൽകിയ ഏജൻസിയുടെ ലോറികളാണ് പിടിച്ചെടുത്തത്. ഇതിനു പിന്നാലെ വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം ഒരു ശരിയായ സമീപനമല്ല എന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നവംബർ മാസം 21-ാം തീയതി നഗരസഭയുടെ തന്നെ അണമുഖം വാർഡിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ, ഒരു ഗ്രൗണ്ടിൽ ഏതാണ്ട് 25ഓളം ലോഡ് മാലിന്യങ്ങൾ റെയിൽവേ നൽകിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം മാറ്റുന്ന ആളുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു തെറ്റായ നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കും എന്നാണ് നഗരസഭ കരുതിയിരുന്നത്. ഒരു സ്വകാര്യ ഭൂമിയിൽ ഏതാണ്ട് 10 ലോഡുകളോളം മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്കൊരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ്. അത് പരിഹരിക്കാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം എന്നതാണ് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. നഗരത്തിലെ തോടുകൾ വൃത്തിയാക്കുമ്പോൾ റെയിൽ നീർ കുപ്പികൾ കൂടുതലായി ലഭിക്കുന്നുവെന്നും നഗരസഭ ആരോപിക്കുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. നോട്ടീസ് നൽകി ഏറെ വൈകിയ ശേഷമാണ് മാലിന്യം മാറ്റിയത്. വീണ്ടും മാലിന്യ നിക്ഷേപം തുടരുന്നു എന്നാണ് പുതിയ പരാതി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം RCCയിലെ ഒളിക്യാമറ വിവാദത്തിൽ RCC ഡയറക്ടറോട് വിശദീകരണം തേടി ആരോഗ്യമന്ത്രി. RCCയിൽ ഒളിക്യാമറ വെച്ചതിന് തെളിവില്ല എന്നാണ് ഡയറക്ടർ മന്ത്രിയെ അറിയിച്ചത്. ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരാണ് വിവാദത്തിന് പിന്നിലെന്നും വിശദീകരണം. RCCയിൽ ജീവനക്കാരൻ ഒളിക്യാമറ സ്ഥാപിച്ചതിൽ നടപടിയില്ല എന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടലുണ്ടായത്. RCCയിലെ ഒളിക്യാമറ വിവാദത്തിൽ ഫോണിൽ വിളിച്ചാണ് ആരോഗ്യമന്ത്രി ഡയറക്ടറുമായി സംസാരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡയറക്ടർ വിശദീകരിച്ചു. ഒളിക്യാമറ വെച്ചതിന് തെളിവില്ലെന്ന് ഡയറക്ടർ മന്ത്രിയെ അറിയിച്ചു. ക്യാമറയോ ദൃശ്യങ്ങളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ മാത്രമാണ് പുറത്തു വന്നത്. ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരാണ് വിവാദത്തിന് പിന്നിലെന്നും ഡയറക്ടർ പറഞ്ഞു. പരാതി കിട്ടിയപ്പോൾ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചത് താനാണെന്നാണ് ഡയറക്ടറുടെ വാദം. 9 വനിതാ ജീവനക്കാരുടെ പരാതിയിൽ ICCയുടെ തെളിവെടുപ്പും പരിശോധനയും നടക്കുകയാണ്. അതിനുശേഷം നടപടിയെന്നാണ് വിശദീകരണം. അതേസമയം ഗുരുതര സ്വഭാവമുള്ള പരാതി പോലീസിന് കൈമാറാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ജീവനക്കാർ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. മണിപ്പൂർ കലാപത്തിൽ മുഖ്യമന്ത്രിയുടെ മാപ്പല്ല, രാജിയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെക്കണമെന്ന് CPIയും പ്രധാനമന്ത്രിയാണ് മാപ്പ് പറയേണ്ടതെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. തന്റെ ഖേദപ്രകടനത്തിൽ രാഷ്ട്രീയം കാണരുത് എന്നാണ് എൻ ബീരേൻ സിംഗിന്റെ അഭ്യർത്ഥന. കലാപം തുടങ്ങി മാസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് നടത്തിയ മാപ്പപേക്ഷയിൽ വിശദീകരണം നൽകേണ്ട സാഹചര്യമാണ് BJPക്ക്.
മണിപ്പൂർ ജനതയോട് മാപ്പ് ചോദിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ 24-നോട്. N. ബിരേൻ സിംഗ് രാജിവെച്ച് പിന്മാറണം. In Manipur, the political parties and people of Manipur are demanding the resignation of the Chief Minister Biren Singh because he should resign. He has no moral right to continue to be in office as Chief Minister. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂർ സന്ദർശിക്കാൻ കഴിയുന്നില്ലെന്നും വിമർശനം. കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. വിമർശനങ്ങൾ ഉയർന്നതോടെ മാപ്പപേക്ഷയിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് എത്തി. ഖേദപ്രകടനത്തിൽ രാഷ്ട്രീയം കാണരുതെന്നാണ് അഭ്യർത്ഥന. കാങ്പോക്പിയിൽ കലാപകാരികളുടെ ബങ്കറുകൾ സുരക്ഷാസേന തകർക്കുന്നതിനിടെ പ്രദേശവാസികളുമായി ഉണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ മിനാലൂരിൽ ബസ് ടോറസിന്റെ പിന്നിലിടിച്ച അപകടം 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അമൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഗുരുതരമായ പരിക്കാണോ ഇവർ കേട്ടിരിക്കുന്നത്? വിജയകുമാർ, വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് മാറിപ്പോയത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു അപകടമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വഴിയിൽ മിനാലൂരിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ആംബുലൻസ് അതിവേഗത്തിൽ വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് ആംബുലൻസിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ടോറസ് ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോൾ പെട്ടെന്ന് ടോറസിന്റെ പുറകിൽ വന്ന് ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ഇടിച്ചത് ഉടനെ ഡ്രൈവർക്കടക്കം പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായി. ഡ്രൈവർക്കടക്കം ബസ്സിലുണ്ടായിരുന്ന 7 പേർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് ഇതിനോടകം നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും തൽക്ഷണം തന്നെ പോലീസിന്റെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്ന് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ബസ്സിന്റെ മുൻചില്ല് തകർത്ത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും പറയുന്നത് വെച്ച് നോക്കിയാൽ ഈ ഒരു വലിയൊരു അപകടമാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഡ്രൈവറുടെ ഒഴിച്ച് ബാക്കി ആരുടെയും പരിക്കുകൾ സാരമല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വിജയകുമാർ. 7 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നാണ് അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുവർഷ ദിനത്തിൽ രാജ്യത്തെ ഞെട്ടിച്ച് കൂട്ടക്കൊലപാതകം. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ അമ്മയെയും 4 സഹോദരിമാരെയും കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ മുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ലക്നൌവിലെ നാക്കയിലെ ഹോട്ടൽ ശരൺജീത്തിലെ മുറിയിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആഗ്ര സ്വദേശിയായ അർഷാദാണ് മാതാവ് അസ്മ, സഹോദരിമാരായ ആലിയ, അൽഷിയ, അക്സ, റഹ്മീൻ എന്നിവരെ കൊലപ്പെടുത്തിയത്. ആലിയയ്ക്ക് 9ഉം അക്സയ്ക്ക് 16ഉം വയസ്സായിരുന്നു. അൽഷിയയ്ക്ക് 19ഉം റഹ്മീന് 18ഉം വയസ്സ്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് सेंट्रल लखनऊ डीसीपी रवीना त्यागी। थाना नाका क्षेत्र से एक सूचना प्राप्त हुई जिसमें बताया गया कि होटल शरणजीत के कमरे में 5 लोगों की डेड बॉडी पाई गई है। तत्काल स्थानीय पुलिस द्वारा मौके पर पहुंचा गया। एक व्यक्ति जिसका नाम अरशद है, लगभग 24 वर्षीय, आगरा का रहने वाला, इसको हिरासत में लिया गया है। प्रारंभिक पूछताछ में उनके द्वारा बताया गया है कि पारिवारिक कलह के चलते उनके द्वारा अपनी 4 बहनों और माता की हत्या कर दी गई है। അമ്മയും സഹോദരിമാരും ഉറങ്ങിക്കിടന്നപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ച് യുവാവ് ഇവരുടെ കഴുത്തു മുറിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24-കാരനായ അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അർഷാദ് കുറ്റം സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം നെടുമങ്ങാട് PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹയുടേത് തന്നെ എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. അബ്ദുൾ അസീസിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. നേരത്തെ തയ്യാറാക്കിയ കുറിപ്പിന്റെ ഫോട്ടോയാണ് പോലീസിന് കിട്ടിയത്. കടബാധ്യത ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഫോണിൽ നിന്ന് കിട്ടിയ കുറിപ്പ്. മൃതദേഹത്തിന് സമീപത്തെ കസേരയിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. ആത്മഹത്യയുടെ ദൃശ്യങ്ങൾ എടുക്കാനാകും ഫോൺ കസേരയിൽ ചാരി വച്ചിരുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ മൊബൈൽ ഫോണിൽ നിന്നും മറ്റ് ദൃശ്യങ്ങളൊന്നും കണ്ടെടുക്കാനായില്ല. DNA പരിശോധന നടത്താൻ അബ്ദുൾ അസീസിന്റെ ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു. ഒരാഴ്ചയ്ക്കകം DNA ഫലമെത്തും.
ഇത് കിട്ടിയാലേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. നെടുമങ്ങാട് മുല്ലശ്ശേരി വെങ്കോട് റോഡിലാണ് PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. ഡിസംബർ 30 രാത്രിയാണ് സംഭവം നടന്നത്. മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. CPI നേതാവ് KK ശിവരാമനെതിരെ രൂക്ഷ വിമർശനവുമായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. KK ശിവരാമന്റെ മാനസികാവസ്ഥ CPI പരിശോധിക്കണമെന്നും CPMനെ രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കാൻ ശിവരാമൻ വരേണ്ട എന്നുമാണ് CV വർഗീസ് പറഞ്ഞത്. ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാണ്. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPMനെ ഉപദേശിപ്പിക്കാൻ, ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPMനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ MM മണി അധിക്ഷേപിച്ചതിനെതിരെ KK ശിവരാമൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ MM മണിയെയും സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ CPM ജില്ലാ കമ്മിറ്റി അംഗം PR സജിയെയും CV വർഗീസ് ന്യായീകരിച്ചു. മേൽവസ്ത്രം ധരിച്ചുള്ള ക്ഷേത്രപ്രവേശനം ആലോചനയിലില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം ബോർഡുകളുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് മന്ത്രി പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഷർട്ട് ധരിച്ച് അകത്ത് കിടക്കാൻ പാടില്ല എന്ന് ചില ക്ഷേത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. അത് ഗുരുദർശനത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ആ ഒരു വിപ്ലവകരമായ അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത്. സ്വാഭാവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് പിന്നാലെ പ്രസംഗിച്ചപ്പോൾ ആ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഞാൻ പ്രത്യേകം പ്രസംഗിച്ചപ്പോൾ ഞാനും അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറാൻ പാടില്ല, ഗുരുവിൻ്റെ ദർശനത്തിന് നിരക്കാത്തതാണ് ആ വാദം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നവകേരള ബസ് വീണ്ടും സർവീസ് തുടങ്ങി. രൂപമാറ്റം വരുത്തിയ ശേഷമുള്ള ആദ്യ സർവീസ് കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്കാണ്. സീറ്റുകളുടെ എണ്ണം കൂട്ടിയതും നിരക്ക് കുറച്ചതും യാത്രക്കാർക്ക് ആശ്വാസമാണ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നവകേരള ബസ് സർവീസ് പുനരാരംഭിച്ചത്. രാവിലെ 8:30 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട സർവീസ് വൈകിട്ട് 4:30 ബംഗളൂരുവിലെത്തും. രാത്രി 10:30 കോഴിക്കോട്ടേക്ക് തിരിക്കുന്ന ബസ് അടുത്ത ദിവസം രാവിലെ 6:20 മടങ്ങിയെത്തുക. കൽപ്പറ്റ, ബത്തേരി, ഗുണ്ടൽപേട്ട്, മൈസൂർ വഴിയാണ് സർവീസ്. സീറ്റുകളുടെ എണ്ണം 37 ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സർവീസ് നടത്തിയപ്പോൾ 1280 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ഇത് 950 രൂപയായി കുറഞ്ഞു. സമയം ഏറ്റവും വലുതാണ്. പുലർച്ചെ 4 മണിക്കായിരുന്നു അന്ന് യാത്ര ചെയ്തത്. ഇപ്പോൾ നമുക്ക് നല്ല രാവിലെ 8-8:30 മണിക്ക് പോകുന്ന ഒരു രൂപത്തിലായി. പിന്നെ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകാം, സീറ്റൊക്കെ മാറി, ഡോറ് കുറച്ചു, ഒരുപാട് സൗകര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. സർവീസ് പുനരാരംഭിച്ചത് KSRTCക്കും യാത്രക്കാർക്കും ആശ്വാസമാണ്. തീർച്ചയായും KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവവും മുതൽക്കൂട്ടുമാണ്. ഇനിയും ഇത്തരത്തിലുള്ള പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മാന്യ യാത്രക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ KSRTC ആപ്പ് വഴി ഗരുഡ AC പ്രീമിയം ഓപ്ഷനിൽ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ സൗകര്യമുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള യാത്രയ്ക്കായി ഉപയോഗിച്ച ബസ് സർവീസ് നിർത്തിവെച്ചിരുന്നത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 24 കോഴിക്കോട്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന എത്തിയത്. തൃശൂർ പാലപ്പള്ളിയിൽ വന്യജീവി ആക്രമിച്ച കുറുക്കന്റെ ജഡം കണ്ടെത്തി. കാട്ടാനക്കൂട്ടം നിരന്തരം ജനവാസ മേഖലകളിൽ എത്തുന്നതോടെ ആശങ്കയിലാണ് ധോണി നിവാസികൾ. ഇന്ന് പുലർച്ചെ അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിലെത്തിയ കാട്ടാന തെങ്ങുകളും കവുങ്ങുകളും നെൽകൃഷിയും നശിപ്പിച്ചു. മറ്റിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറ്റുന്നതിനിടയിലാണ് ഒറ്റയാൻ കൃഷിയിടത്തിലെത്തിയത്. എൻ്റെ ഇപ്പോൾ കവുങ്ങ്, തെങ്ങ്, പിന്നെ തൊട്ടവരുടെ നെൽകൃഷികൾ അതൊക്കെയാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൂടെ ഒരു 6 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അതും ഇതേ വരെ എന്നെ നശിപ്പിച്ചു. പക്ഷെ അതിനൊന്നും ഒരു ഇതൊന്നും കിട്ടിയില്ല. ഇല്ലല്ല, ഒരു നഷ്ടപരിഹാരം കിട്ടിയില്ല. തരാന്ന് പറയും, പിന്നെ ഞാൻ അതിൻ്റെ അതോടെ കഴിഞ്ഞു. തൃശൂർ പാലാപ്പിള്ളിയിൽ വന്യജീവി ആക്രമിച്ച കുറുക്കന്റെ ജഡം കണ്ടെത്തി. പുന്നക്കര കൊച്ചപ്പന്റെ വീടിന് സമീപമാണ് കുറുക്കന്റെ ജഡം കണ്ടെത്തിയത്. മേഖലയിൽ പുലിശല്യം രൂക്ഷമായതിനാൽ പുലി ആക്രമിച്ചതാണ് എന്ന സംശയത്തിലാണ് നാട്ടുകാർ. എത്രയും വേഗം പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 പാലക്കാട്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
പുതുവർഷ ദിനത്തിലും ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക്. ദർശനം നടത്താനുള്ളവരുടെ നിര ശബരിപീഠം വരെ നീണ്ടു. രാത്രിയിൽ മല കയറുന്ന ഭക്തർ മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് സന്നിധാനത്ത് എത്തുന്നത്. ഇന്നലെ 1,483 പേരാണ് പമ്പ വഴി 18-ാം പടി കടന്ന് ദർശനം നടത്തിയത്. അതേസമയം കാനനപാത വഴിയുള്ള സ്പെഷ്യൽ പാസ് നിർത്തലാക്കി. പ്രതീക്ഷിച്ചതിലും 4 ഇരട്ടി ഭക്തർ സ്പെഷ്യൽ പാസ് വഴി എത്തുന്നതായി കണ്ടെത്തിയതോടെയാണ് ഈ നടപടി. പമ്പയിൽ തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് ഇന്ന് മരിച്ചു. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശിയായ ദുരൈ രാജാണ് മരിച്ചത്. സന്നിധാനത്തെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ലോക കുടുംബ ദിനത്തിൽ കുടുംബങ്ങൾക്കായി പ്രത്യേക പരിപാടി ഒരുക്കി പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കുടുംബമേളയിൽ സംസാരിക്കും. പുതുവർഷത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ പ്രവേശനം ജനുവരി 19 വരെ നീട്ടി. പുതുവർഷത്തെ കേക്ക് മുറിച്ച് വരവേറ്റ് ശാന്തിഗിരി ഫെസ്റ്റ്. ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്ന ജ്ഞാന തപസ്വി കുട്ടികൾക്ക് മധുരം പകർന്നു. കുടുംബദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് ഗോപിനാഥ് മുതുകാട് പങ്കെടുക്കുന്ന പരിപാടിയും നടക്കും. കൂടാതെ കുട്ടികൾക്കുണ്ടായിരുന്ന സൗജന്യ പ്രവേശനം മേള അവസാനിക്കുന്ന ജനുവരി 19 വരെ നീട്ടി. പുതുവർഷത്തോടനുബന്ധിച്ച് വേറെയും കലാപരിപാടികൾ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 20 തുടങ്ങിയ ഫ്ലവർ ഷോയിൽ ഇതിനകം സന്ദർശകരുടെ വൻ തിരക്കാണ്. മഞ്ഞിൻ താഴ്വരയും അരണ്യങ്ങളുടെ വീടും പക്ഷി സംഗീതവുമൊക്കെ കാണികളുടെ മനം കവരുന്ന കാഴ്ചാനുഭവങ്ങളായി മാറി. രാജ്യത്തെ വിവിധ വെജിറ്റേറിയൻ രുചികൾ നിറയുന്ന ഭക്ഷ്യമേളയാണ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. ഫുഡ് കോർട്ടിൽ 100-ലധികം വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കലൂരിലെ നൃത്തപരിപാടി വേദിയിലെ അപകടവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഹെൽത്ത് ഇൻസ്പെക്ടർ നിതയെയാണ് സസ്പെൻഡ് ചെയ്തത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇതിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ത് വീഴ്ച വരുത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വീഴ്ച എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്. പക്ഷേ നിയമപ്രകാരം സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മേയർ പറയുന്നത്. കാരണം ഈ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അപേക്ഷ ലഭിക്കുന്നത് പരിപാടിയുടെ തലേ ദിവസം മാത്രമാണ്. അന്ന് അവരവിടെ പരിശോധന നടത്തുമ്പോൾ സ്റ്റേജോ ടിക്കറ്റ് വെച്ച് ഈ പരിപാടി നടത്തുന്നതായിട്ടോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ഈ അപകടത്തിന് ശേഷമാണ് അവിടെ സ്റ്റേജ് കെട്ടിയതും ടിക്കറ്റ് വെച്ച ആളുകളെ കയറ്റിയതും ഒക്കെ കോർപ്പറേഷൻ അറിയുന്നത്. ആ സംഭവത്തിൽ അതിൽ പരിശോധന നടത്താൻ സാധിച്ചില്ല. കോർപ്പറേഷന് വരുമാന നഷ്ടമുണ്ടായി. ആ അപകടം നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നീ സാങ്കേതികതയാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതയെ സസ്പെൻഡ് ചെയ്യാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തുകയും നിലവിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ശ്യാമ, കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് മറ്റ് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ ഈ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ വ്യക്തമായത്? ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ പോയി പരിശോധന നടത്തിയപ്പോൾ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഈ സാമ്പത്തിക അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ അവർ ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന വിവരവും കണ്ടെത്തിയിട്ടില്ല. അതിനപ്പുറം മറ്റു വീഴ്ചകളൊന്നും കോർപ്പറേഷനില്ല എന്നാണോ ഇപ്പോൾ സെക്രട്ടറി കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായും. കാരണം ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ അവിടെ വരുമാനം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ ഇല്ല എങ്കിൽ അതിന് കോർപ്പറേഷന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഇതേ രീതിയിൽ ഇവിടെ അപേക്ഷ സമർപ്പിക്കുകയും പിന്നീട് ഉദ്യോഗസ്ഥരെ പോലും ഈ സംഘാടകർ പറ്റിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ സ്റ്റേജ് നിർമ്മിച്ചു, ടിക്കറ്റ് വെച്ച് വിതരണം ചെയ്തു, അതിന് എന്റർടൈൻമെന്റ് ടാക്സ് അടയ്ക്കാനൊട്ട് തയ്യാറായുമില്ല. അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ സംഘാടകർ കാണിച്ചു. പക്ഷേ അത് കണ്ടുപിടിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അതൊരു സാങ്കേതികമായ നടപടിയാണ് എന്നുള്ളതാണ് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത്. യെസ്, സംഘാടകരുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പരിശോധനയ്ക്ക് പോയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കഴിഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. സാങ്കേതികമായ നടപടിയാണ്, പക്ഷേ അത് നടപടിയെടുക്കാതെ കഴിയില്ല എന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി
നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ നിതയെയാണ് സസ്പെൻഡ് ചെയ്തത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിനൊരുങ്ങി കേരള നിയമസഭ. ജനുവരി 7 തുടങ്ങുന്ന അക്ഷരോത്സവത്തിനായി വേദികൾ ഉയർന്നു. 6 ദിവസത്തെ പുസ്തകോത്സവത്തിൽ ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കും. 250-ലധികം സ്റ്റോളുകളിലായി 150-ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ, 350ഓളം പുസ്തക പ്രകാശനങ്ങളും 60-ലധികം പുസ്തക ചർച്ചകളും, അങ്ങനെ ഒട്ടനവധി സവിശേഷതകളുമായാണ് കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് ഒരുങ്ങുന്നത്. നിയമസഭ നേരിട്ട് 70ഓളം സെഗ്മെൻറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 200ഓളം അതിഥികൾ, വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള ഉണ്ട്. അതോടൊപ്പം ശ്രീലങ്കൻ റൈറ്റർ പത്മശീലി നമുക്ക് ഇൻ്റർനാഷണൽ ഫിഗറായിട്ട് വരുന്നുണ്ട്. പുസ്തകോത്സവ ദിനങ്ങളിൽ വൈകുന്നേരം 7 മണി മുതൽ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ മെഗാ ഷോ സംഘടിപ്പിക്കും. കുട്ടികൾക്കായി സ്റ്റുഡൻസ് കോർണർ എന്ന പ്രത്യേക വേദി ഇത്തവണത്തെ സവിശേഷതകളിലൊന്നാണ്. പുസ്തകോത്സവം സന്ദർശിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നിയമസഭാ ഹാൾ, മ്യൂസിയങ്ങൾ, മൃഗശാല തുടങ്ങിയവ സൗജന്യമായി സന്ദർശിക്കാനുള്ള പാക്കേജുകളും ഒരുക്കുന്നുണ്ട്. കൂടാതെ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ സിറ്റി റൈഡും ക്രമീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കലോത്സവത്തിനൊരുങ്ങി അനന്തപുരി. അപ്പീലുകളില്ലാതെ എന്ത് കലോത്സവം അല്ലേ? ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അപ്പീലുകൾ ഒട്ടും കുറയില്ല എന്നാണ് സംഘാടകർ പറയുന്നത്. അപ്പീലുകളുടെ എണ്ണം 500 കടക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. കലോത്സവങ്ങളിൽ മത്സരയിനങ്ങളുടെ സമയക്രമം പാലിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിനൊരു വെല്ലുവിളി അപ്രതീക്ഷിതമായി കടന്നുവരുന്ന അപ്പീലുകളാണ്. സബ് ജില്ലാ കലോത്സവം മുതൽ ഇങ്ങ് സംസ്ഥാന കലോത്സവം വരെ ഇത് തന്നെ സ്ഥിതി. സംസ്ഥാന കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളായ മോഹിനിയാട്ടത്തിനും ഒപ്പനയ്ക്കും നാടകത്തിനുമൊക്കെ നേരത്തെ സമയക്രമം നിശ്ചയിക്കുമെങ്കിലും ഒരു മത്സരവും സമയത്ത് തീർന്ന ചരിത്രമില്ല. മത്സരങ്ങൾ നടക്കുന്നതിനിടയിൽ പോലും അപ്പീലുമായി മത്സരിക്കാൻ വിദ്യാർത്ഥികൾ വേദിയിലെത്തും. സംഘാടകർക്കിവരെ പരിഗണിക്കാതെ രക്ഷയില്ല. തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ 500-ലധികം അപ്പീലുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇനി അപ്പീൽ എങ്ങനെ നൽകണമെന്നല്ലേ? ജില്ലകളിൽ നിന്ന് അപ്പീലുമായി എത്തുന്നവർ SMB സ്കൂളിൽ പ്രവർത്തിക്കുന്ന ലോവർ അപ്പീൽ ഓഫീസിലെത്തണം. 10,000 രൂപ കെട്ടിവെച്ച് രസീത് കൈപ്പറ്റണം. തുടർന്ന് ഈ രസീത് SMB സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നൽകി പാർട്ടിസിപ്പന്റ് കാർഡ് വാങ്ങണം. 3-ാം തീയതി രാവിലെ മുതലാണ് ഇതിനുള്ള അവസരം ലഭ്യമാകുക. AV ജയശങ്കർ, 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.